സർ, അമേരിക്ക വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. അതിനുള്ള എല്ലാ സൈനിക നീക്കങ്ങളും അമേരിക്ക നടത്തുന്നു. 10-15 യുദ്ധക്കപ്പലുകളും അത്തരത്തിൽ സൈനികരെയും ഒക്കെ അണിനിരത്തി അമേരിക്ക വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്നു. വെനിസ്വേലയ്ക്കെതിരെയാണ് ആ യുദ്ധമെന്നും ഇത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക്, വലിയ കലാപത്തിലേക്കൊക്കെ മാറിയേക്കാമെന്നും ദേശീയ, അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നതും അതാണ്. അവർക്കെതിരെ നിൽക്കുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ഭരണാധികാരികളെയൊക്കെ ആ രാജ്യത്തിനെതിരായി പറഞ്ഞുകൊണ്ട് തകർക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധമുണ്ട്. രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ വോട്ടർ അധികാർ യാത്രയൊക്കെ അതൊക്കെ അമേരിക്കയുടെ ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അമേരിക്ക ഇപ്പം വെൻസുലയ്ക്കെതിരെ ഒരു വലിയ സൈനിക നീക്കം നടത്തുകയാണ്. ഇപ്പം എല്ലായിടത്തും യുദ്ധം നിർത്താൻ വന്ന് നോബൽ സമ്മാനം മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ട്രംപ് വെൻസുലയ്ക്കെതിരെ ഇപ്പം പ്രഖ്യാപനം അല്ലെ യുദ്ധ നീക്കം, സൈനിക നീക്കം നടത്തി. ഏതാണ്ട് 4ഓളം ഏറ്റവും വലിയ പടക്കപ്പലുകൾ അങ്ങോട്ട് നീങ്ങുന്നു. 4000 മറൈൻ സൈനികർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതായത് ആ രാജ്യം പിടിച്ചെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള സൈനിക നീക്കം അമേരിക്ക നടത്തുന്നു എന്ന് വേണം കരുതാൻ. കാരണം പിടിച്ചെടുക്കാനും പറ്റും, അത് വളരെ ശക്തി കുറഞ്ഞ ഒരു രാജ്യമാണ് അമേരിക്ക. അതിന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ അയാൾ സ്വേച്ഛാധിപതിയാണ്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്ന ആളാണ് അയാളുടെ. അപ്പം അത്തരത്തിൽ നിക്കോളാസ് മർഡോണ, അയാള് ഈ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതി എന്ന് പറയാൻ പറ്റും. 2 പ്രാവശ്യം ഇപ്പം ഇലക്ഷനെ ഫേസ് ചെയ്ത് അയാളോട് ജയിച്ചു വന്നതാണ്. അപ്പൊ ആ ഇലക്ഷൻ അല്ല, ആ റിസൾട്ടിനെ ഒന്നും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കാത്ത രാജ്യം, പിന്നെ അയാൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം. അപ്പം അതെ, ഈ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ന്യായമൊന്നുമല്ല. ഈ ന്യായവും അന്യായവും പറയത്തക്കോണം അമേരിക്കയുടെ ഒരു ന്യായവും ലോകത്തിന് വേറെ ന്യായം എന്ന് പറയുന്നത് പോലെയുണ്ട് പല രാജ്യങ്ങളും. ഇപ്പൊ ഈ എനിക്ക് തുർക്കിയാണല്ലോ, തുർക്കിയിലെ ഏറ്റവും വലിയ ഭീകരവാദിയെ പുള്ളി അതിനകത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇറക്കി അവിടുത്തെ ഭരണാധികാരിയാക്കിയപ്പോൾ അയാൾ ഭീകരവാദിയല്ല. ഇയാളുടെ വൈറ്റ് ഹൗസില് പണ്ട് മാരായിട്ട് നിന്നവരെ വൈറ്റ് ഹൗസിന്റെ സ്റ്റാഫുമാരാക്കി, നേരത്തെയുള്ള വൈറ്റ് ഹൗസിലെ സ്റ്റാഫാക്കി, അല്ലെങ്കിൽ പുള്ളിയുടെ താല്പര്യമുള്ളവരാക്കുമ്പോൾ ഭീകരന്മാരല്ലാതാവും. പുള്ളിയുടെ താല്പര്യത്തിന് അകത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിന് അകത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെത്ര തോന്നിവാസം കാണിച്ചാലും ഒരു തോന്നിവാസമല്ലാതാകുന്നു. അല്ലാത്ത രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് തോന്നിവാസമാകുന്നു. അതിന്റെ ഭാഗം അപ്പൊ പറഞ്ഞു വന്നത്, അതിന്റെ ഭാഗമായിട്ട് വെനിസ്വേലയ്ക്കെതിരെ ഉള്ള ആരോപണം, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വെനിസ്വേലൻ പ്രധാനമന്ത്രി ഒരു പക്ഷേ നിക്കോളാസ് മെഡോക്കോയുടെ തലയ്ക്ക് 400 കോടി രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. അപ്പം ആ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നു. ആ രാജ്യം പിടിച്ചെടുക്കുന്നതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. ആ രാജ്യത്ത് ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യം, ഓരോന്നിനും ഓരോ ലക്ഷ്യമാണല്ലോ. എണ്ണ ശേഖരമുള്ള രാജ്യമാണ്. അപ്പൊ ഇവരുടെ കസ്റ്റഡിയിലായാൽ ഇവർക്ക് ഇവിടെ എണ്ണ ഖനനം നടത്തി ആ എണ്ണ എടുത്തിട്ട് ലോകത്ത് വ്യാപാരം നടത്താൻ പ്രാപ്തമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതിനകത്ത് ഇയാൾക്കെതിരെ, ഈ പറയുന്ന ഭരണാധികാരികൾക്കെതിരെ നിൽക്കുന്ന, അതിനകത്ത് ഈ പറയുന്ന രാജ്യത്തിനകത്ത് നിൽക്കുന്ന പ്രതിപക്ഷം, അല്ലെങ്കിൽ അയാൾക്കെതിരെ നിൽക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷം, അവരെ ഈ അമേരിക്ക അല്ലെങ്കിൽ ഈ ട്രംപ് ഉൾപ്പെടെയുള്ളവർ സ്വാധീനം ചെലുത്തി അവരുടെ ഭാഗത്താക്കിയിട്ടുണ്ട്. നേരത്തെ ഇയാളുമായിട്ട് മാന്യമായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ രാജ്യത്തെ, പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയിൽ തീരണമെന്നില്ല. അമേരിക്ക പണ്ട് സദാം ഹുസൈനെ, അല്ലെങ്കിൽ ആ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് വന്നതും ഈ GCC രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ തിട്ടൂരം അനുസരിച്ച് നിന്നപ്പോഴും സദാം ഹുസൈന്റെ കൈ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ, അയാൾ സ്വേച്ഛാധിപതിയാണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അന്നും ആ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് വേറെ രാജ്യങ്ങളുടെ തിട്ടൂരം ഈ പറയുന്ന പോലെ അനുസരിക്കാതെ വന്നതിനാ അവിടെ നിന്ന് ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇവർക്കറിയാം ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ നശിപ്പിച്ച്, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത് അവിടെ സൈനിക താവളം ഉണ്ടാക്കി, ഇന്നും ആ രാജ്യം രക്ഷപ്പെട്ടിട്ടില്ല, ഉണ്ടാക്കി ആ രാജ്യത്തെ ചിഹ്നഭിന്നമാക്കി കളഞ്ഞില്ല. അപ്പൊ അതുപോലെ ഈ GCC രാജ്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഇന്നലെ ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ ഈ അമേരിക്കയുടെ താല്പര്യം ഉണ്ടായിട്ട് മാത്രം നിൽക്കുന്നതല്ല. അവിടുത്തെ രാജ്യഭരണം ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ആ രാജ്യഭരണം അട്ടിമറിച്ച്, അല്ലെങ്കിൽ റെസ്യൂം ചേഞ്ച് ഉണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവന്മാരെല്ലാം നാട് കടത്തുമെന്ന് പേടിച്ച് അതിന്റെ കൂടെ നിൽക്കുകയും സൈന്യത്താവളം അനുവദിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നാളെ കാലത്ത് ഈ അമേരിക്കയ്ക്ക് അപ്പുറം നിൽക്കാൻ താല്പര്യമുള്ള ഒരു അവസ്ഥ വന്നാൽ, അതിന് ബലം നൽകുന്ന വേറൊരു സംവിധാനം വന്നാൽ, ആ സംവിധാനത്തിന്റെ കൂടെ ഇവരെല്ലാം പോകും. അപ്പൊ ഈ രാജ്യത്തെ പിടിച്ചടക്കുന്നതിന്, ഈ രാജ്യം അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് അവരുടെ രാജ്യത്തിൽ നിർത്തിക്കൊടുക്കാത്തതിന്, അമേരിക്കയുടെ ഖനനവും അവർ ചോദിച്ച എണ്ണ സംഭരണശാലയൊക്കെ അവർ നടത്തിപ്പിന് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണിത്.
അപ്പൊ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ ഇതിനകത്ത് വലിയൊരു കുഴപ്പമുണ്ട്. ഇതിപ്പം ലോകം മൊത്തം ഇപ്പൊ യുദ്ധം നാളെ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനം. അത് റഷ്യ യുക്രൈൻ യുദ്ധം അറിയാലോ. അതിനോടനുബന്ധിച്ച് യൂറോപ്യൻ കൺട്രീസിലും നാറ്റോ കൺട്രീസിലും ഒക്കെ റഷ്യ ഇങ്ങനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയിരിക്കുകയാണ് തായ്വാനെ ആക്രമിക്കാൻ ചൈന, ഇറാന് ആക്രമിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഇസ്രായേൽ ഏതായാലും അവസരം നോക്കിയിരിക്കുക, ഇന്ത്യ പാകിസ്ഥാൻ അടിക്കാൻ നോക്കിയിരിക്കുക. അപ്പൊ ഈ ഒരു യുദ്ധവും അവിടെ പ്രശ്നം ഉണ്ടാകും. കാരണം ഈ രാജ്യത്തിന് ബാനുള്ള രാജ്യമാണ്. അമേരിക്ക എന്നേ ബാൻ ഏർപ്പെടുത്തിയിരിക്കും. അവർക്ക് ഈ പറയുന്ന എണ്ണ വേണ്ട വിധത്തിൽ വിൽക്കാൻ പറ്റും. അവരിപ്പോ എണ്ണ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഉത്തര കൊറിയ അറിയാലോ, കിങ് കോങ് കിങ്, ഈ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ലോകത്ത് എവിടെയും മിസൈൽ എടുത്ത് വിടാൻ നിൽക്കുന്നത് ഉത്തര കൊറിയയുടെ ഭരണാധികാരി, അയാൾക്ക് എണ്ണ കൊടുക്കുന്ന ഇവിടുന്ന്. അവരിവിടുന്ന് എണ്ണക്കള്ളക്കടത്താണ് നടത്തുന്നത്. ഈ ലോകം മൊത്തം എണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിന്, ചുക്കാൻ പിടിക്കുന്നതിനും, അത്തരത്തിൽ കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഈ പറയുന്ന മാഫിയ പണി ചെയ്യുന്നതിനും, അങ്ങനെ മാഫിയ പണി നടത്തി കാശുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമായി ഉത്തര കൊറിയ. ആ രാജ്യത്തിന്റെ സ്വാധീനം ഇവിടെ ഉണ്ട്. ഇവര് അവർക്ക് അമേരിക്കയോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ലോകത്താരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് രാജ്യം പട്ടിണിയാണ്, അല്ലെങ്കിൽ ജനത പട്ടിണിയാണ്, അതൊന്നും പ്രശ്നമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇവന്മാര് അണുബോംബും ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ വിട്ടിട്ട് ഞങ്ങളുടെ 12,000 കിലോമീറ്റർ സാധനമാണെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തേക്ക് വിട്ട് പൊട്ടിക്കുന്ന പരിപാടി. ഇതൊക്കെ എടുത്ത് വെച്ച് ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഇവര് ഇയാള് നിന്നു, ഈ നിക്കോളാസ് അല്ലെങ്കിൽ ഈ വെൻസിലൻ പ്രധാനമന്ത്രി അങ്ങനെ നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയിൽ സ്വേച്ഛാധിപതികളുടെ ഒരു സ്വഭാവം അറിയാലോ. ഒന്നുകിൽ എന്റെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവന്മാർ എന്നെ തുലയ്ക്കണം, അല്ലാതെ വേറൊരു ആൾക്കും വിട്ടുകൊടുക്കും. അമേരിക്ക ചെന്ന് അതിനകത്ത് പെടും. തൊടുന്നത് ചിലപ്പം വലിയൊരു പ്രശ്നത്തിലേക്ക് വരും. ഈ പറയുന്ന കിം ജോങ്ങും അല്ലെങ്കിൽ ആ ഉത്തര അയാൾ ഇതിനകത്ത് ഇടപെടും. അയാൾ മാഫിയ രീതിയുണ്ട്. ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് ഈ ഒരു കാരണം പറഞ്ഞ് അമേരിക്കയ്ക്ക് ഇപ്പുറം ശത്രുവായിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളും ഇടപെടും. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ പിടിച്ചടക്കൽ അല്ലെങ്കിൽ ഈ എണ്ണ ഖനനത്തെ ഉദ്ദേശിച്ച് അമേരിക്ക ചെയ്യുന്ന ഒരു നീക്കം, അതിന്റെ പുറകിൽ മാഫിയ, അവരുടെ ഈ പറയുന്ന വെൻസുവേലയിൽ മാഫിയ ഉണ്ടെന്ന് പറയുന്നതും, അല്ലെങ്കിൽ അയാൾ സ്വേച്ഛാധിപതിയാണെന്ന് പറയുന്നതും ഒക്കെ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പറച്ചിൽ, അതിനോടനുബന്ധിച്ച് ഒരു യുദ്ധം, ആ സൈനിക നീക്കം ചിലപ്പോൾ ലോകത്തെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ. കാരണം എല്ലാവരും ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോ പരിശോധിക്കുമ്പോൾ വെടിയുണ്ട ഇട്ട് തോക്കും ചൂണ്ടി ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏത് സമയം യുദ്ധത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനോടനുബന്ധിച്ച് പരസ്പരം പോരടിക്കാൻ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മൊത്തം പരിശോധിക്കുമ്പോൾ, ജിയോ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും നമ്മളും ഈ കാര്യത്തിനകത്ത് വളരെ വ്യക്തതയോടുകൂടിയാണ് നീങ്ങുന്നത്. ഈ നേരത്തെ ചോദിച്ചതുപോലെ ഇങ്ങനെ ചില രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള അമേരിക്ക ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അട്ടിമറി നടത്തുന്നതിന് വേറെ ചില നീക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഇപ്പൊ വെൻസിനെ പിടിച്ചടക്കാൻ ചെല്ലുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്ത് വന്നാൽ അമേരിക്ക ഇനി എത്ര വലിയ 1-ാം നമ്പർ സൈനിക ശക്തിയാണെന്ന് പറഞ്ഞാലും അമേരിക്ക വെള്ളം കുടിച്ചേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധം ചെയ്യാനൊന്നും അമേരിക്ക ധൈര്യപ്പെടുത്തില്ല. അമേരിക്കയ്ക്ക് അങ്ങനെ മറ്റു രാജ്യങ്ങളുമായിട്ട് കരുത്തുള്ള രാജ്യങ്ങളുമായിട്ടൊന്നും യുദ്ധം ചെയ്യാനുള്ള തന്റെ ഒന്നുമില്ല. പുറയിൽ നിന്ന് ഈ മൂട്ടിക്കൊടുക്കാനും അല്ലെങ്കിൽ അതിന്റെ കെയർ ആയുധം വിൽക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളുള്ളൂ. അമേരിക്ക യുദ്ധം അനുഭവിച്ചിട്ടും ഡയറക്റ്റ് യുദ്ധം ചെയ്തിട്ടും ഒക്കെ ഏതാണ്ട് 100 കൊല്ലത്തിൽ അപ്പുറത്ത് ഉള്ള ചാരമ്പുണ്ട്. അപ്പൊ അമേരിക്ക അങ്ങനെ യുദ്ധം ചെയ്യുന്നതോ യുദ്ധത്തെ ഫേസ് ചെയ്യാനുള്ള ജനതയുള്ളതുമായിട്ടുള്ള ഒരു രാജ്യമല്ല. ഇപ്പൊ ഇതിനകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ പറഞ്ഞു വന്നതുപോലെ ഈ അവരുടെ ഉതകുന്ന രീതിയിലേക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ഭരണാധികാരികളുടെ ഗുണം അറിയാതെ ഇന്ത്യയുടെ താല്പര്യം സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങളുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങളുള്ള അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ. അത് അമേരിക്കയുടെ തെട്ടുപൂർവ്വമൊന്നും വഴങ്ങുന്നില്ലല്ലോ. ഇപ്പൊ 28-ാം തീയതി ഒരു താരിഫ്, 2-ാമത്തെ താരിഫ്, അതുപോലെ നാറ്റോയുടെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭീഷണി, താരിഫ് ഭീഷണി, ഇതൊന്നും നമ്മൾ വഴങ്ങുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ റെസ്യൂം ചെയ്യും ഡീപ് സ്റ്റേറ്റ്. ഇത് വലിയ വലിപ്പത്തിൽ അമേരിക്ക പണ്ട് നടത്താറുണ്ട്. പല രാജ്യങ്ങളെ അട്ടിമറിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പല പ്രക്ഷോഭങ്ങളുടെയും പുറകിൽ ഈ ഡീപ് സ്റ്റേറ്റ് ആണ്, അതിന്റെ പുറകിൽ അമേരിക്കയാണ്. നമ്മൾ വ്യക്തത വരുത്തി പറയാൻ പറ്റത്തില്ലല്ലോ എന്താണ് ഡീപ് സ്റ്റേറ്റ്, ഇതിന്റെ പുറകിൽ എന്താണെന്നോ ഉള്ളതിനെ പറ്റി ഒന്നും തെളിവുകളില്ലല്ലോ. അറിയാം, അല്ല ഭഗവാനുണ്ടോ, ഈശ്വരനുണ്ടോ, ഉണ്ട്, ഒന്ന് കാണിച്ചു തരാമോ, പറ്റത്തില്ലെന്ന് പറയുന്നതോടൊപ്പമുള്ള ഒരു സംവിധാനത്തിൽ കൂടെ പോകുന്നത്. ഇപ്പം ഇതിനകത്ത് പറയുന്ന പ്രക്ഷോഭങ്ങൾ, പ്രതിപക്ഷ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ അത് ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അവര് ഈ പ്രക്ഷോഭം നടത്തുന്നവര് ഇന്ത്യക്ക് വെളിയിൽ പോയാൽ എന്താണ് സംസാരിക്കുന്നത്, അവരാരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്, അവരുടെ നീക്കങ്ങൾ എന്താണ്, അപ്പൊ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ. ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് ഏത് NGOs ആണ്, ഇവർക്ക് ഫണ്ട് ചെയ്യുന്നതിന് അത് ജോർജ് സോറോസ് ഉണ്ടോ, അയാളുടെ NGOs ഉണ്ടോ, അല്ലെങ്കിൽ മറ്റു പല NGOs ഉണ്ടോ, അല്ലെങ്കിൽ മറ്റു പല ചാരസംഘടനകളുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വെളിയിൽ വരുന്നതാണ്. ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തത വരുത്തി പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഒരു നീക്കം, ഇന്ത്യക്കകത്ത് ഒരു പ്രശ്നം, താരിഫിന്റെ വിഷയത്തിൽ ഒരു വിഷയം, ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി,
ആ പ്രതിസന്ധിക്കകത്ത് ഈ വെളിയിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, ഇന്ത്യക്ക് എക്കണോമിക്കൽ ഗ്രോത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കകത്തെ ആഭ്യന്തര ശത്രുക്കൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യയുടെ ഈ പറയുന്നത് പോലെ ഭരണഘടനാ സ്ഥാപനത്തെയും ഒക്കെ അവഹേളിച്ച് ആളിനെ കൂട്ടി അതിനകത്ത് തെറ്റിദ്ധാരണ വരുത്തി ഈ ആഭ്യന്തര ശത്രുക്കളുടെ കൂട്ടായ്മ, അതിനകത്ത് നക്സലൈറ്റുകൾ ഉണ്ടാവാം, ഈ പറയുന്നത് പോലെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ രോഹിന്ത്യൻസ് ഉണ്ടാകും. ഈ രീതിയിലൊക്കെ നീക്കം ഇവിടെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല. പല സമരങ്ങളും, അത് CA സമരത്തിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടു, കാർഷിക സമരത്തിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടു, അഗ്നിവീർ സമരത്തിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടു, പല രീതിയിലുള്ള പ്രസ്താവനകൾ പലരും കാണുന്നു, പല കോടതിക്കകത്ത് പല നീക്കങ്ങൾ കപിൽ സിബലിനെ പോലുള്ളവർ നടത്തുന്നു. പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞ ലോകത്ത് ആകാശത്തു നിന്ന് പൊട്ടി വീണ ഏറ്റവും നല്ല മനുഷ്യനാന്ന് പറയുമ്പോൾ അയാള് നിങ്ങളുടെ പുറകിൽ ആരാണെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ അതും ജോർജ് സോറോസ് ആണെന്ന് കണ്ടു. അപ്പൊ നമ്മള് സംശുദ്ധം അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആക്കാൻ നിൽക്കുന്നു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നീങ്ങുന്ന പല NGOസും, പല ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന NGOസിന്റെ ഫണ്ടും, ഇവരുടെ ഉദ്യമങ്ങളും, പല മാധ്യമങ്ങളുടെ പുറകിലെ ഫണ്ടും, അവരുടെ നീക്കങ്ങളും ഒക്കെ മനസ്സിലാകുമ്പോൾ ഇതിനകത്തൊരു അട്ടിമറിക്ക് വേണ്ടി വളരെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പുറകിൽ ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ ആണെന്ന് പറയുമ്പോൾ തെളിവുകൾ നമ്മൾക്കില്ലെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയത്തക്ക രീതിയിലേക്കുള്ള ഒരു നീക്കം ഇപ്പൊ ഇവിടുത്തെ റെസ്യൂം ചേഞ്ച്, ഇവിടുത്തെ ഭരണാധികാരികൾ ഈ പറയുന്നത് പോലെ ആ തിട്ടൂരത്തിന് വഴങ്ങാത്ത, അമേരിക്കയ്ക്ക് വഴങ്ങാത്ത, അല്ലെങ്കിൽ നമ്മുടെ ശത്രുരാജ്യങ്ങൾക്ക് വഴങ്ങാത്ത അവസ്ഥയിൽ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടാക്കി എങ്ങനെ അട്ടിമറിച്ചാലും, ഏത് രീതിയിൽ അട്ടിമറിച്ചാലും ഏറ്റവും അവസാനത്തെ ബംഗ്ലാദേശ് ഉദാഹരണം പോലെ അവരുടെ താല്പര്യമുള്ള ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ശ്രമം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര. അതായത് നടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. നടക്കാനുള്ള സാധ്യത 1% പോലുമില്ല. എന്നാലും നീക്കം നടക്കുന്നു. ഇത് പരാജയപ്പെട്ടാൽ ഇനിയും നീക്കം നടക്കും എന്ന് വിചാരിക്കേണ്ടി വരും. ഇപ്പം അത്തരത്തിൽ നീങ്ങണ്ട, പിടിച്ചെടുക്കാൻ പറ്റും, വേറെ അത്തരത്തിലുള്ള ശക്തിയേ ഉള്ളൂ വെൻസുല എന്ന് പറഞ്ഞുകൊണ്ടാണ് വെൻസുലയ്ക്കെതിരെ സൈനിക നീക്കം നടക്കുന്നത്. പക്ഷെ വെൻസുലക്കകത്ത് നീക്കം നടക്കുമ്പോൾ ഒരു പക്ഷേ ട്രംപിന് വെൻസുലക്കകത്ത് മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു യുദ്ധമായിട്ട് അത് വരുമോ എന്നുള്ളത് ഒരു പക്ഷേ SCO മീറ്റും അല്ലെങ്കിൽ ഒരു 2 ആഴ്ചക്കകം നമുക്ക് പറയാൻ പറ്റും. SCO മീറ്റ് കഴിയുമ്പോഴത്തേന് വേറെ ഒരു ലോക്രവും ഒരു ജിയോ പൊളിറ്റിക്സും ഒക്കെ വരും. അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. ചിലപ്പം ഒരു വലിയൊരു യുദ്ധത്തിലേക്കും ഒരു പ്രശ്നത്തിലേക്കും ഒക്കെ ഈ സൈനിക നീക്കം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അമേരിക്ക എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ആ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാനാണ്. അത്തരത്തിൽ ഈ കലാപങ്ങളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം പോലും അതിഭീകരമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സൂചിപ്പിച്ചതുപോലെ നക്സലൈറ്റുകൾ ഉണ്ടാകും, തീവ്രവാദ ബന്ധമുള്ളവരുണ്ടാവും. ഇവരൊക്കെ ഒന്നു ചേർന്നാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു കളി. അതിനിടയിൽ അമേരിക്ക ഇതിൽ വലിയൊരു ഭാഗമാകുന്നു എന്നൊക്കെയുള്ളതാണ്. എന്തായാലും അത്തരം ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അത്തരം ശക്തികളുടെ ഒരു കൂട്ടുകെട്ടിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ഇന്ത്യയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചകളും സജീവമാവുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.